എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് 2025 പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് ഇന്നലെ 3 മണിക്ക് അനൗൺസ്മെന്റ് ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാകാം, നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാകാം. എന്നാൽ വിചാരിച്ച മാർക്ക് കിട്ടാതെ പോയവർ കാണാം, 1 മാർക്കിന് 2 മാർക്കിനൊക്കെ തോറ്റുപോയവരും കാണാം. അപ്പോൾ വാട്ടെവർ, റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവയ്ക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. റീവാലുവേഷൻ കൊടുക്കുന്നുണ്ട് കാര്യമുണ്ടോ? റീവാലുവേഷന് മാർക്ക് കൂടിയാൽ അടച്ച പൈസ തിരിച്ചു കിട്ടുമോ? അതിൻ്റെ ഫീ ഡീറ്റെയിൽസ് എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് ഇന്നലെ വൈകുന്നേരം 3 മണിയോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം DHSE, ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്തു. റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിക്ക് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. റീവാലുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കൂടുമോ, അതിൻ്റെ ഫീ ഡീറ്റെയിൽസ് എത്രയാണ്? റീവാലുവേഷൻ 500 രൂപ, ഫോട്ടോ കോപ്പി 300 രൂപ, സ്ക്രൂട്ടണി 100 രൂപ എന്നിങ്ങനെ രീതിയിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. പ്രിയ വിദ്യാർത്ഥികൾ, റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടും ഫോട്ടോ കോപ്പി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടും സ്ക്രൂട്ടണി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടും ഇത് മൂന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കണം. റീവാലുവേഷൻ എന്ന് പറയുന്നത് പുനർമൂല്യനിർണ്ണയമാണ്. നിങ്ങളുടെ പേപ്പർ എന്ത് ചെയ്യും? പുനർമൂല്യനിർണ്ണയം നടത്തുന്നത്. അത് ആദ്യം നോക്കിയ അധ്യാപകനല്ല, മറ്റൊരു അധ്യാപകൻ വന്ന് എന്ത് ചെയ്യും? നിങ്ങളുടെ പേപ്പർ വീണ്ടും വാല്യൂഷൻ നടത്തും. മറ്റൊരു അധ്യാപകൻ വന്ന് നിങ്ങളുടെ പേപ്പർ വീണ്ടും വാല്യൂഷൻ നടത്തും. ഇതിന് നിങ്ങൾ 500 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത്. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ പേപ്പറിൻ്റെ കോപ്പി, നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടും. അത് നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സിലേക്കോ ഹോമിൻ്റെ അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ അഡ്രസ്സിലേക്കോ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം അയച്ചു തരും. ഇതിനായി നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് 300 രൂപയാണ്. സ്ക്രൂട്ടണി സ്ക്രൂട്ടണി എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഒന്ന് കൂട്ടി നോക്കുക. 2, 4, 6, 8, 10 2, 4, 6, 8, 10 എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടിയ മാർക്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റുമെന്ന് മാത്രമേ സ്ക്രൂട്ടണിയിലൂടെ പരിശോധിക്കാൻ പറ്റൂ. കാരണം ആ മാർക്ക് ഒന്നും കൂടെ കൂട്ടി നോക്കും. അതിന് 100 രൂപയാണ് ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. ഈ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി കൊടുക്കുന്നതിന് മുമ്പ് പ്രധാനമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ, റീവാലുവേഷൻ എന്താണെന്നും സ്ക്രൂട്ടണി എന്താണെന്നും ഫോട്ടോ കോപ്പി. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഞാൻ റീവാലുവേഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ റീവാലുവേഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം റീവാലുവേഷൻ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ, അതിലൂടെ നമ്മൾ 500 രൂപ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി എന്ത് ചെയ്യും? നമ്മളുടെ പേപ്പർ മറ്റൊരു അധ്യാപകൻ നോക്കും. മറ്റൊരു അധ്യാപകൻ വീണ്ടും വന്ന് എന്ത് ചെയ്യും? ഒന്നേന്ന് പറഞ്ഞ് വാല്യൂഷൻ ചെയ്യും. ഒന്നേന്ന് വാല്യൂഷൻ തുടങ്ങും 500 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ. പക്ഷേ ഫോട്ടോ കോപ്പിയിൽ ഉണ്ടാകുന്ന പ്രശ്നം, നിങ്ങൾ ഈ ഫോട്ടോ കോപ്പി 300 രൂപ കൊടുത്ത് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരുത്തി എന്ന് വിചാരിച്ചോ, ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കിട്ടി. അപ്പം നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 50 മാർക്ക് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, എന്നാൽ നിങ്ങൾക്കൊരു 30 35 മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. നിങ്ങൾ വിചാരിച്ചതിനെക്കഴിഞ്ഞും 10 15 മാർക്ക് കുറവ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് കൊടുത്തു, ഫോട്ടോ കോപ്പി വന്നു. നിങ്ങൾ ഈ 300 രൂപ കൊടുത്തിട്ടാണല്ലോ നിങ്ങളുടെ കയ്യിലേക്ക് ഫോട്ടോ കോപ്പി എന്ന സാധനം കിട്ടിയത്. ഈ 300 രൂപ കൊടുത്തിട്ട് നിങ്ങളുടെ ഈ ഫോട്ടോ കോപ്പി കിട്ടി. നിങ്ങളെന്ത് ചെയ്തു? നിങ്ങൾ ആ പേപ്പർ വാല്യൂഷൻ ചെയ്തു. നിങ്ങളുടെ അധ്യാപകനെ കൊണ്ട് വാല്യൂഷൻ ചെയ്യിച്ചു. അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടി 50 മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ വാല്യൂഷൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ അധ്യാപകരെ കൊണ്ട് വാല്യൂഷൻ ചെയ്യുമ്പോഴും നിങ്ങൾ കണക്ക് കൂട്ടിയ 50 മാർക്ക് വരുന്നുണ്ട്. എന്നാൽ പേപ്പർ നോക്കിയ അധ്യാപകന് 35 മാർക്ക് മാത്രം, 15 മാർക്ക് കുറവ്. ആ പേപ്പർ പിന്നെയും വാല്യൂഷൻ ചെയ്യണോ? അങ്ങനെ ചെയ്യണമെങ്കിൽ ആ പേപ്പർ പിന്നെയും വാല്യൂഷൻ ചെയ്യണോ? പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാല്യൂഷൻ ചെയ്യണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ റീവാല്യൂഷൻ ഫീ 500 ആണ്. ഇപ്പം നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങളുടെ അധ്യാപകർ നോക്കുമ്പോഴും 50 മാർക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പേപ്പർ എന്ത് ചെയ്യണം? പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം വാല്യൂഷൻ നടത്തണം. ഒരു അധ്യാപകൻ വാല്യൂഷൻ നടത്തണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ മാർക്ക് എന്ത് ചെയ്യുള്ളൂ? ഗ്രേഡ് കാർഡിലേക്ക് സർട്ടിഫിക്കറ്റിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുള്ളൂ. അങ്ങനെ നിങ്ങൾ ആദ്യം 300 രൂപ കൊടുത്തിട്ടാണ് ഈ ഫോട്ടോ കോപ്പി എന്ന ഇത് നിങ്ങളുടെ കയ്യിൽ എത്തിയത്. അതിന് പുറമേ നിങ്ങൾ എന്ത് ചെയ്യണം? 500 രൂപ നൽകി റീവാല്യൂഷനായിട്ട് അപ്ലൈ ചെയ്യണം.
റീവാലുവേഷനായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ 8 മാർക്ക് കൂടിയാൽ അടച്ച പൈസ തിരിച്ചു കിട്ടും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾക്ക് 15 മാർക്കാണ് നിങ്ങളുടെ കണക്കിന് കൂടാനുള്ളത്. ഇനി ആ 15 മാർക്ക് കൂടി നിങ്ങൾ വിചാരിച്ച 50 എത്തിയെന്ന് വിചാരിച്ചോ, അങ്ങനെയെങ്കിൽ നിങ്ങൾ റീവാലുവേഷൻ കൊടുത്ത 500 രൂപ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. റീവാലുവേഷൻ കൊടുത്ത 500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. ബട്ട് നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് കൊടുത്ത 300 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അത് വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്യും? എടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഒറ്റൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് റീവാലുവേഷനിൽ മാത്രമാണ് 8 മാർക്കോ അതിനധികമോ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടച്ച എമൗണ്ട് റീഫണ്ട് കിട്ടുക. ഫോട്ടോ കോപ്പിക്കും സ്ക്രൂട്ടണിക്കും റീഫണ്ട് എന്ന പരിപാടിയേ ഇല്ല. റീവാലുവേഷനിൽ 8 മാർക്കിന് മേലെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടച്ച എമൗണ്ട് റീഫണ്ട് കിട്ടും. ബട്ട് എന്നാൽ ഫോട്ടോ കോപ്പിക്കും സ്ക്രൂട്ടണിക്കും അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. നിങ്ങൾ അതിന് പണം അടച്ചു കഴിഞ്ഞാൽ അത് പോവുക തന്നെ ചെയ്യും. ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കുന്ന ഫോട്ടോ കോപ്പിയുടെയും സ്ക്രൂട്ടണിയുടെയും അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കാനല്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും റീവാലുവേഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ്, റീവാലുവേഷൻ കൊടുക്കുന്നുണ്ട് കാര്യമുണ്ടോ എന്ന്. അതിന് പ്രധാനമായും ഉത്തരം പറയേണ്ടത് വിദ്യാർത്ഥികളാണ്. കാരണം സാധാരണഗതിയിൽ കൂടുതലായിട്ടും 2 തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ കൊടുക്കുന്നത്. ഒന്ന് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഫെയിൽ ആയിപ്പോയവർ, 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഫെയിൽ ആയിപ്പോയവർ, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കൂടുതൽ വിചാരിച്ച മാർക്ക് കിട്ടും. ഒരു 50 മാർക്ക് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, ഒരു 35 മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അങ്ങനെ ഈ 2 കൂട്ടർ വിദ്യാർത്ഥികളാണ് പ്രധാനമായിട്ടും റീവാലുവേഷന് കൊടുക്കുന്നത്. അല്ലാത്തവരും കൊടുക്കുന്നില്ലെന്നല്ല, ഈ 2 കൂട്ടരാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. റീവാലുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളാണ് ഉത്തരം വേണ്ടത്. ഇപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഫെയിലായിപ്പോയ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ഫോർ ട്രൈ എന്ന രീതിയിൽ മാത്രമേ റീവാലുവേഷൻ ആക്റ്റീവ് ആകുന്നുള്ളൂ. റീവാലുവേഷൻ അത് 1 മാർക്കിനോ 2 മാർക്കിനോ ആണ് ഞാൻ ഫെയിലായത്. ഇനി അഥവാ റീവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ ആ 1 മാർക്കോ 2 മാർക്കോ ഇട്ട് തന്നാൽ ഞാൻ എങ്ങനെയും ആ വിഷയത്തിന് എന്ത് ചെയ്തു? പാസ്സായി. സപ്ലൈ എഴുതണമെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം സപ്ലൈ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ +2 മെയിൻ എക്സാമിനൊപ്പം മാത്രമേ സപ്ലൈ നടക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം 24 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പോയിട്ട് എഴുതണം. അപ്പോൾ അതിലും ഭേദം ഇപ്പോൾ 24 കിട്ടേണ്ടടുത്ത് 22 ഉണ്ട്, അല്ലെങ്കിൽ 23 ഉണ്ട്. അപ്പോൾ 1 മാർക്കോ 2 മാർക്കോ എങ്ങനെയും ആ നോക്കുന്ന ടീച്ചറൊന്ന് കരുണ തോന്നി ഇട്ട് തന്നു കഴിഞ്ഞാൽ, ഒന്ന് കനിവ് കാണിച്ചു കഴിഞ്ഞാൽ പാസ്സാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് പല വിദ്യാർത്ഥികളും റീവാലുവേഷൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ നല്ല മാർക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ടും ആ വിചാരിച്ച മാർക്കിന് അടുത്ത് പോലും എത്താതെ വരുമ്പോൾ റീവാലുവേഷൻ കൊടുക്കും. അപ്പോൾ എന്തായാലും 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ തോറ്റുപോയവർ റീവാലുവേഷന് കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ അത് നിങ്ങളുടെ ട്രൈ പോലെ ഇരിക്കും. അത് നിങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ 1 മാർക്കോ 2 മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾ പാസ്സാവും, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും നോ ചേഞ്ച് എന്ന് കാണിച്ച് നിങ്ങൾ സപ്ലൈ എഴുതേണ്ടി വരും. ഇനിയിപ്പോൾ വിചാരിച്ച മാർക്ക് കിട്ടാത്തവർക്കാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് 8 മാർക്കൊക്കെ കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ റീവാലുവേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടാവണമെങ്കിൽ മിനിമം 8 മാർക്ക് കൂടണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ അടച്ച എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ അടച്ച എമൗണ്ട് എന്ത് ചെയ്യും? പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുക്കും. നിങ്ങൾ അടച്ച എമൗണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുക്കും. ഇനിയിപ്പോൾ 8 മാർക്കിൽ താഴെയാണ് കൂടുന്നെങ്കിൽ, എനിക്കൊരു ഉദാഹരണം പറയണം, 30 മാർക്കുള്ളൊരു വിദ്യാർത്ഥിക്ക് ആഫ്റ്റർ റീവാലുവേഷൻ 30 മാർക്കുള്ളൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ആഫ്റ്റർ റീവാലുവേഷനിൽ എന്ത് സംഭവിച്ചു? 35 ആയുള്ളൂ, 5 മാർക്കേ കൂടുള്ളൂ. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യില്ല? അടച്ച പൈസ റീഫണ്ട് കിട്ടില്ല. ബട്ട് എന്ത് ചെയ്യും? ആ 5 മാർക്ക് എന്ത് ചെയ്യും? ആ വിദ്യാർത്ഥിയുടെ ഗ്രേഡിൽ കൂടും. അത് 30 എന്നുള്ള ഗ്രേഡ് എന്ത് ചെയ്യും? 35 ആകും. ബട്ട് ആ വിദ്യാർത്ഥി അടച്ച പണം എന്ത് ചെയ്യില്ല? തിരിച്ച് ആ വിദ്യാർത്ഥിക്ക് ലഭിക്കില്ല. റീവാലുവേഷനിൽ മാർക്ക് കൂടി അടച്ച പണം തിരിച്ചു കിട്ടുമോ? 8 മാർക്കോ അതിന് മേലേക്കോ കൂടിക്കഴിഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ 50 മാർക്ക് ഉണ്ടായിരുന്നു, ആഫ്റ്റർ റീവാലുവേഷൻ 58 അതിന് മേലേക്ക് പോയി. നിങ്ങൾക്ക് ഒരു പരീക്ഷയിൽ 50 മാർക്ക് ഉണ്ടായിരുന്നു, ആഫ്റ്റർ റീവാലുവേഷൻ റിസൾട്ട് 50 മാർക്കിൽ മേലെ 58 മാർക്കിന് മേലെ കിട്ടി. അങ്ങനെയെങ്കിൽ നിങ്ങൾ അടച്ച എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആകും. അഥവാ റീഫണ്ട് ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ മുഖാന്തരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് റീഫണ്ട് റിക്വസ്റ്റ് അയക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ബിഫോർ റീവാലുവേഷൻ ഇപ്പോൾ +1 റിസൾട്ട് വന്നപ്പോൾ എത്ര മാർക്കാണോ, നിലവിൽ എത്ര മാർക്കുണ്ടോ, ആഫ്റ്റർ റീവാലുവേഷൻ റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? 8 മാർക്ക് ഇൻക്രീസ് ആണ്. 8 മാർക്ക് വിൽ ബി ഇൻക്രീസ്ഡ്. 8 മാർക്ക് വിൽ ബി ഇൻക്രീസ്ഡ്. 8 മാർക്ക് എന്ത് ചെയ്യണം? കൂടണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ അടച്ച എമൗണ്ട് റീഫണ്ട് കിട്ടുക. തീർച്ചയായും ഫീ ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 10-ാം തീയതിയാണ്. ജൂൺ മാസം
10-ാം തീയതിയാണ് പ്രിയ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾ +1 പരീക്ഷ എഴുതിയ സ്കൂളിലാണ് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിക്ക് എന്നിവ അപ്ലൈ ചെയ്യേണ്ടത്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുക. ഒരുപാട് ഓരോ പരീക്ഷ കഴിയുമ്പോൾ അതിൻ്റെ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിയെ കുറിച്ച് വിദ്യാർത്ഥികൾ കൂടുതലായി ചോദിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു. ബട്ട് അതിൻ്റെ ഡേറ്റോ കാര്യങ്ങളോ വന്നു. ഇന്നലെയോ വീഡിയോ ചെയ്യേണ്ടായിരുന്നു, പക്ഷേ ഇന്നലെയോ നമുക്ക് ഡേറ്റോ കാര്യങ്ങളോ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ലഭിച്ചപ്പോൾ കുറച്ച് വൈകി. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ വരാനും വൈകിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കരുത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ്. കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.